എല്ലാവർക്കും നമസ്കാരം. തുടർന്നുള്ള ഭാഗം. രാമബാണം പോലെ ഹനുമാൻ ആകാശമാർഗേന കുതിച്ചു. അഗാധമായ ആഴവും മകരമത്സരങ്ങളുമുള്ള സാഗരത്തിൻ്റെ മുകളിലൂടെ ഹനുമാൻ പറന്നു പോകുന്നത് കണ്ട് ദേവന്മാർ ഹനുമാനെ പരീക്ഷിക്കാൻ നിശ്ചയിച്ചു. അവർ നാഗമാതാവായ സുരസയോട് ഹനുമാന്റെ വഴിയിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കുവാൻ അഭ്യർത്ഥിച്ചു. സുരസ ഉടനെ ഹനുമാന്റെ വഴി തടഞ്ഞു. ആ വഴി പോകുന്നവർ തൻ്റെ ഭക്ഷണമാകണമെന്നും ദേവന്മാർ കൽപ്പിച്ചു തന്നിട്ടുള്ളതാണെന്നും സുരസ പറഞ്ഞു. വാ പിളർന്നു നിൽക്കുന്ന സുരസയെ കണ്ട് ഹനുമാൻ 1 യോജന വളർന്നു. അപ്പോൾ സുരസ അതിലും വലുതായി. അപ്പോൾ ഹനുമാൻ വീണ്ടും വളർന്നു. തുടർന്ന് സുരസ തൻ്റെ വായ 50 യോജനയോളം വലുതാക്കിയപ്പോൾ ഹനുമാൻ ഒരു ചെറുവണ്ടിൻ്റെ വലുപ്പമാക്കി സുരസയുടെ വായിൽ കടന്ന് പുറത്തു വന്നു. ഞാനിതാ അമ്മയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ മകനാണ്. ശ്രീരാമകാര്യാർത്ഥം പോകുന്ന എന്നെ അനുഗ്രഹിക്കുക എന്നും പറഞ്ഞു. സന്തുഷ്ടയായ സുരസ ഹനുമാനെ അനുഗ്രഹിച്ചു. പിന്നീട് പറഞ്ഞു, ദേവഹിതാർത്ഥം ഞാൻ ഇങ്ങനെ ചെയ്തതാണെന്ന്. യാത്ര തുടർന്ന് ഹനുമാനെ മൈനാകപർവ്വതം ഉയർന്നു വന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പോകുവാനായി പറഞ്ഞെങ്കിലും രാമകാര്യാർത്ഥം പോകുമ്പോൾ വിശ്രമം ആവശ്യമില്ലെന്നും പറഞ്ഞ് യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ ആരോ പിടിച്ചു വലിക്കുന്നതായി ഹനുമാന് തോന്നി. അത് ഹിംസികയായിരുന്നു. അതുവഴി പോകുന്നവരുടെ നിഴലിൽ പിടിച്ചു വലിച്ച് തിന്നുന്ന ഒരു രാക്ഷസി. അതിനെ കൊന്ന ശേഷം ആഞ്ജനേയൻ ലങ്കയിലെത്തി. അവിടെ ലങ്കാലക്ഷ്മി ഹനുമാനെ തടഞ്ഞുകൊണ്ട് ചവിട്ടി. പക്ഷേ അത്ഭുത പരാക്രമിയായ ഹനുമാൻ അവരെ കൈകൊണ്ട് ആഞ്ഞടിച്ചു. ഉടനെ ലങ്കാലക്ഷ്മിക്ക് മോക്ഷവും കിട്ടി. അവർ ദിവ്യ തേജസ്സായി മാറി. അശോകവനിയിൽ സീത ഇരിപ്പുണ്ടെന്നും പറഞ്ഞു. രാവണന്റെ നാശമടുത്തു എന്നും പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞു. പിന്നീട് പവനസുതൻ സീതാദേവിയെ എല്ലായിടത്തും അന്വേഷിച്ച് നടന്നു. ഒടുവിൽ അശോകവനിയിൽ ശിംശിബാ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ കണ്ട് ആഞ്ജനേയൻ വളരെ ചെറുതായി അവിടെ ഒരു മരത്തിൽ ഒളിച്ചിരുന്നു. അപ്പോൾ രാവണൻ അവിടെ വരുന്നതും സീതാദേവിയോട് വിവാഹം കഴിക്കണമെന്ന് പറയുന്നതും കണ്ടു. പക്ഷേ സീതാദേവി സമ്മതിക്കാതിരുന്നപ്പോൾ രാവണൻ ദേഷ്യത്തോടെ വാളോങ്ങി. അതുകണ്ട് മണ്ഡോദരി തണുത്തു. സ്ത്രീവധം ഉചിതമല്ലെന്നും പറഞ്ഞു. രാവണൻ ദേഷ്യത്തോടെ പിൻവാങ്ങി. ഇങ്ങനെ ആകുലചിത്തനായി വരാനുള്ള കാരണം തലേന്ന് രാവണൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു. അതിൽ ഒരു വാനരൻ വരുന്നതും എല്ലാം തച്ചുടയ്ക്കുന്നതും പിന്നെ രാമൻ വന്ന് തന്നെ വധിച്ച് സീതയെ കൊണ്ടുപോകുമെന്നും അറിഞ്ഞ് രാവണൻ ആകെ അസ്വസ്ഥനായി പോയിരുന്നു. സീതയുടെ മനസ്സ് എത്രയും വേഗം മാറ്റുവാനായി ചുറ്റും നിന്ന രാക്ഷസിമാരോട് പറഞ്ഞുകൊണ്ട് രാവണൻ അവിടെ നിന്നും പിൻവാങ്ങി. അതീവ ദുഃഖിതയായി സീത കരഞ്ഞു. തന്നെ രാമൻ മറന്നെങ്കിൽ മരണമാണ് തനിക്ക് നല്ലതെന്ന് വരെ ചിന്തിച്ചു. ഈ സമയം ഹനുമാൻ സീതാദേവിയുടെ ദുഃഖം മാറ്റാനായി ശ്രീരാമകഥ പറയുന്നു. ഒടുവിൽ സുഗ്രീവാജ്ഞയാൽ സീതാന്വേഷണത്തിനിറങ്ങി പുറപ്പെട്ട വായുപുത്രനാണ് താനെന്നും ഹനുമാൻ പറയുന്നു. സീതാദേവിക്ക് വിശ്വാസം വരാനായി രാമനാമാങ്കിതമായ മുദ്രമോതിരവും അടയാളവാക്യവും പറഞ്ഞു. തുടർന്ന് സന്തോഷവതിയായ സീത രാമന് കൊടുക്കുവാനായി മാരുതിയുടെ കയ്യിൽ ചൂടാരത്നവും അടയാളവാക്യമായി ഒരു കഥയും പറയുന്നു. ഒരിക്കൽ തൻ്റെ മടിയിൽ രാമൻ തലവെച്ച് കിടക്കുന്ന നേരം ഇന്ദ്രന്റെ മകനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയുടെ കാലിൽ കൊത്തിയെന്നും മുറിവിൽ നിന്നും ചോര വന്നിട്ടും രാമനെ ദേവി ഉണർത്തിയില്ല എന്നും ഉണർന്ന രാമൻ ചോരയൊലിച്ച സീതയുടെ ശരീരം കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ചു എന്നും ജ്ഞാനദൃഷ്ടിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ രാമൻ ഒരു പുല്ലെടുത്ത് ജപിച്ച് അസ്ത്രമാക്കി ജയന്തന്റെ നേർക്ക് അയച്ചു എന്നും പറഞ്ഞു. ജയന്തൻ പലരുടെയും മുന്നിൽ സഹായത്തിനായി ചെന്നെങ്കിലും ആരും സഹായിച്ചില്ല. ഒടുവിൽ രാമപാദത്തിൽ തന്നെ ശരണം പ്രാപിച്ച് രക്ഷിക്കാനായി അഭ്യർത്ഥിച്ചു, മാപ്പപേക്ഷിച്ചു. അപ്പോൾ രാമൻ ഇങ്ങനെ പറഞ്ഞു, തൊടുത്തുവിട്ട അമ്പ് ലക്ഷ്യം കാണാതെ മടങ്ങില്ല. അതിനാൽ ഒരു കണ്ണ് നഷ്ടപ്പെടും. ഈ കഥ രാമനോട് അടയാളമായി പറയുവാൻ സീത പറഞ്ഞു. സീതാമാതാവിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഹനുമാൻ അവിടെ നിന്നും പോരാൻ ഒരുങ്ങിയെങ്കിലും രാമദൂതനായി വന്നതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ? അത് രാവണൻ അറിയണ്ടേ എന്ന് കരുതി അവിടെയുള്ള ഉദ്യാനം നശിപ്പിച്ചു. ഇത് കണ്ട് രാവണന്റെ ഇളയ പുത്രൻ അക്ഷകുമാരനെത്തി. അക്ഷകുമാരനെയും 10,000-കണക്കിന് രാക്ഷസരെയും വധിച്ചു നിൽക്കുന്ന ഹനുമാനെ അവസാനം ഇന്ദ്രജിത്ത് എത്തി ബന്ധിച്ച് രാവണ സന്നിധിയിലെത്തിച്ചു. രാജസദസ്സിലെ ഉയർന്ന വേദിയിലിരിക്കുന്ന രാവണനെ കണ്ട് ഹനുമാൻ സ്വന്തം വാല് വലുതാക്കി ഒരു പീഠമുണ്ടാക്കി അതിൽ കയറിയിരുന്നു. ഇങ്ങനെ പറഞ്ഞു, സീതാമാതാവിനെ എത്രയും വേഗം രാമന് തിരികെ കൊടുത്ത് വണങ്ങുക, ഇല്ലെങ്കിൽ വംശനാശം തന്നെ വരും. പക്ഷേ രാവണൻ ഇതൊന്നും സമ്മതിച്ചില്ല. ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്താൻ രാക്ഷസരോട് കൽപ്പിച്ചു. രാക്ഷസന്മാർ രാവണന്റെ ആജ്ഞ നടപ്പിലാക്കി. ഉടൻ ഹനുമാൻ ഉയർന്നു പൊങ്ങി ലങ്കാനഗരം മുഴുവൻ കത്തിച്ച് വാലിലെ തീയുമണച്ച് സീതാമാതാവിൻ്റെ അടുത്ത് എത്തി വന്ദിച്ചു പറഞ്ഞു, ഞാൻ മാതാവിനെ തോളിലെടുത്ത് കൊണ്ടുപോകാം, അങ്ങനെ രാമന്റെ അടുത്ത് എത്തിക്കാം. പക്ഷേ സീതാമാതാവ് ഇത് സമ്മതിച്ചില്ല. രാമൻ തന്നെ വന്ന് രാവണവധത്തിനു ശേഷം തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞയച്ചു. അങ്ങനെ ഹനുമാൻ സാഗരം കടന്ന് അംഗദാദികളുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെല്ലാം സന്തോഷത്തോടെ തിരിച്ചു. പോകും വഴി സുഗ്രീവന്റെ മധുവനത്തിൽ കയറി ആവോളം ഭക്ഷണവും കഴിച്ച് അവർ സുഗ്രീവ സമീപത്തെത്തി. രാമനോടും ലക്ഷ്മണനോടും സീതയെ കണ്ട വിവരം ഹനുമാൻ പറയുന്നു. അടയാളവാക്യവും പറയുന്നു. വിവരമെല്ലാം പറഞ്ഞ ഹനുമാനെ രാമൻ
സന്തോഷത്തോടെ ആശ്ലേഷിക്കുന്നു. ഇവിടെ വാൽമീകി ഭൗതിക സുഖങ്ങളുടെ കഥയില്ലായ്മയാണ് ലങ്കാദഹനത്തിലൂടെയും ഈ ഭൗതിക വസ്തുക്കളോട് ആസക്തി ഇല്ലാതിരിക്കലാണ് ഒരു സാധകന് വേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ സുന്ദരകാന്ഡം ഇവിടെ സമാപിക്കുന്നു. നാളെ യുദ്ധകാന്ഡം. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.